നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നിന്റെ അച്ഛനും അമ്മയും ഇല്ലാതായി മാതാപിതാക്കൾ നഷ്ടപ്പെട്ട നിനക്കിനി ഉള്ളത് നിന്റെ ഈ വല്യമ്മ മാത്ര. നീ എന്റെ മകളാ. രാജലക്ഷ്മി, ജയറാമിന്റെ ആത്മാവ് ഈ അന്തരീക്ഷത്തിൽ നിൽപ്പുണ്ട്. മരിച്ചുപോയനോട് നീതി കാട്ടണം. ഇവളിവിടെ നിന്നാല് എന്റെ മോന് പരലോകത്ത് പോലും ശാന്തി കിട്ടില്ല. വേണ്ട അമ്മ, വേണ്ട. ഇവൾ ആ നശിച്ച മാധുരിയുടെ വയറ്റിൽ കുരുത്ത ശേഷമാണ് ഈ ചെമ്പകമംഗലം മുടിയാൻ തുടങ്ങിയത്. അമ്മ വേണ്ട. വേണ്ട മേഡം, നമ്മള് പ്രേക്ഷകരാണ്. മാഡം ഇപ്പൊ ഇതിലൊരു കഥാപാത്രമായിട്ട് മാറണ്ട. ടിക്കറ്റ് എടുക്കാതെ കാണാലോ ഈ ദുരന്ത നാടകം. എന്റെ ശബ്ദം പോലെ എനിക്ക് കേക്കണ്ട. സർവനാശം കണ്ട് നീ അടങ്ങോ. കടന്നു പോടി എന്റെ മുമ്പീന്ന്. മരിച്ചു കിടക്കുമ്പോഴെങ്കിലും എന്റെ കുഞ്ഞിന് ഇത്തിരി ശാന്തി കിട്ടട്ടെ. എന്റെ പൊന്ന്, എന്റെ പൊന്നു മോനെ. നിന്നോടല്ലേ പറഞ്ഞ കടന്നു പോവാൻ? കടന്നു പോടി. നിന്റെ അച്ഛനെ കൊന്നത് നീ തന്നെയാ. ആ ഉടവാള് നഷ്ടപ്പെടുത്തിയത് നീയാ. നീ എന്റെ മകന്റെ പരിസരത്ത് പോലും നിന്നു പോവരുത്. കരയാതെ. ലൈഫ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാ. ആരെങ്കിലുമൊക്കെ കൂടെ ഉണ്ടാകും, അവരൊക്കെ കടന്നു പോകും. ഒടുവില് നമുക്കും പോകേണ്ടി വരും. പോകണം, അതാണല്ലോ ലോക നിയമം.
എനിക്കതല്ല വിഷമം. നിനക്ക് ഈ വിധി വന്നു ചേർന്നില്ലേ? നിന്നെ എത്ര നീചമായാണ് അവർ തള്ളിപ്പറഞ്ഞത്. അതും മരണ വീട്ടിലെത്തിയ നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും മുന്നിൽ വെച്ച്. എത്ര ക്രൂരമായി. അച്ഛന്റെ ചിതയ്ക്ക് തീ കൊളുത്താനുള്ള അവകാശം പോലും മകൾക്ക് ഇല്ലത്രേ. വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കിയ മട്ടിലല്ലേ അവര് പറഞ്ഞത്. ഇതൊക്കെയാ അവരുടെ തനി നിറം. പക്ഷെ ആരെന്തൊക്കെ പറഞ്ഞാലും നിന്നെ പെരുവഴിയിൽ ഉപേക്ഷിച്ചിട്ട് കടന്നു കളയാൻ ഞാൻ തയ്യാറല്ല. എന്റെ മാധുരിയുടെ മകളാ നീ. അതായത് എന്റെ മകള്, എന്റെ രക്തം. ജയറാമൻ കൂടി മരിച്ചതോടെ നീ ഈ വീട്ടിൽ തികച്ചും അന്യയാ. നിനക്ക് ഈ വീട്ടിൽ ആരുമില്ല. ഇപ്പൊ പരസ്യമായി ഏൽക്കേണ്ടി വന്ന അവഗണന രഹസ്യമായി കടിച്ചിറക്കാനേ നിന്നെ കൊണ്ട് സാധിക്കൂ. ജയറാമൻ എന്നൊരു കണ്ണിയ നിന്നെ നന്ദിനിയുമായി ചേർത്ത് നിർത്തിയിരുന്നത്. ജയറാമൻ ഇല്ലാതായതോടെ നന്ദിനിയും നിന്നെ പതുക്കെ അകറ്റും. അവളും നിന്നെ വെറുക്കും. ഈ രാജലക്ഷ്മി നിന്നെ ആട്ടി അകറ്റിയതുപോലെ നന്ദിനിയും നിന്നെ ആട്ടി പുറത്താക്കും. നന്ദിനിക്ക് വിധേയത്വം രാജലക്ഷ്മിയോടാ. കാരണം രാജലക്ഷ്മി ദത്ത് നിർത്തിയ മകളാ നന്ദിനി. നിന്റെ അച്ഛനും അമ്മയും ഇല്ലാതായി. മാതാപിതാക്കൾ നഷ്ടപ്പെട്ട നിനക്കിനിയുള്ളത് നിന്റെ ഈ വല്യമ്മ മാത്ര. നീ എന്റെ മകളാ. കാര്യം ഞാൻ ചെമ്പകമംഗലത്തുകാരുടെ ശത്രുവാ. ഞാൻ എന്തുകൊണ്ടാ ഇവരുടെ ശത്രുവായെന്ന് നീ ആലോചിച്ചിട്ടുണ്ടോ? നിന്നോടുള്ള എന്റെ സ്നേഹവാത്സല്യം. ഞാൻ നിന്നോട് കാണിച്ച സ്നേഹം ഒരു സമയത്ത് ഇവർക്ക് സഹിക്കാനാവുമായിരുന്നില്ല. സംഭവ ബഹുലമായ ആ കഥയൊക്കെ കഴിഞ്ഞു. ജയറാമനും യാത്ര പറഞ്ഞു പോയി. ഇനി ഇവരുടെ ആട്ടും തുപ്പും അടിയും തൊഴിയും ഏറ്റ് നീ ഇവിടെ നിൽക്കണ്ട. നിനക്ക് ഈ വല്യമ്മയുണ്ട്. നിന്റെ അമ്മയേക്കാൾ ഉപരി ഞാൻ നിന്നെ സ്നേഹിക്കും. നിന്റെ വീട് ഇനി മുതൽ മാധവ മന്ദിരമാ. വാ മോളെ, വാ, നമുക്ക് പോവാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.